ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നതിന് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് പ്രതിസന്ധിയാകുന്നതായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. കുത്തൊഴുക്ക് കുറഞ്ഞാൽ തിരച്ചിൽ പുനരാരംഭിക്കും. ഗംഗാവലി പുഴയിൽ നാവിക സംഘമെത്തി പരിശോധന നടത്തി. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നുവെന്നും തിരച്ചിലിന് അനുയോജ്യമായ സമയമാണ് ഇപ്പോഴെന്നുമാണ് സ്ഥലത്തുള്ള ലോറിയുടമ മനാഫ് പറയുന്നത്. ഷിരൂർ ദുരന്തത്തിലെ തെരച്ചിൽ ഉടൻ പുനരാരംഭിക്കില്ലെന്ന സൂചനയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ നൽകുന്നത്. ഗംഗാവലി പുഴയിലെ ശക്തമായ അടിയൊഴുക്കാണ് പ്രതിസന്ധി. ഏറ്റവും അപകടകരമായ സ്ഥലമാണ്. പരമാവധി ശ്രമിച്ചതായും ഡി.കെ. ശിവകുമാർ പറഞ്ഞു. തെരച്ചിൽ തുടരും. അതേസമയം ഗംഗാവലി പുഴയിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. പുഴയ്ക്ക് നടുവിൽ കൂടുതൽ മൺകൂനകൾ പ്രത്യക്ഷപ്പെട്ടു. വെള്ളം തെളിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്ക്, എണ്ണെടുക്കേ എത്ര ഐലൻഡ് ഉണ്ട്. ആകെ മണ്ണെന്താള്. ഇതിന് എവിടാ ഒഴുക്ക് എന്ന് പറയുന്നത്? എവിടാ വെള്ളം ഒഴുകണ്? ഇതിൽ നമ്മളെ ലോറി എവിടാന്നുള്ളത് ഇവര് കാണിച്ചു തരേണ്ടത് ഇവരെ ഉത്തരവാദിത്തല്ലേ. ഇതിനിടെ നാവികസേന ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തി. 3 സ്ഥലങ്ങൾ കണ്ടെത്തിയെന്നാണ് സൂചന. നാളെയും പരിശോധന തുടരും. എന്തൊക്കെ നടക്കുന്നുള്ള എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാട്ടോ. തെരച്ചിൽ തുടരണമെന്ന ഹർജി കർണാടക ഹൈക്കോടതിയുടെ മുമ്പിലെത്തിയെങ്കിലും ഇന്ന് പരിഗണിച്ചില്ല. റിപ്പോർട്ടർ, ഷിരൂർ.